1999 ഒരു സിനിമയാണ് ദ സ്ട്രെയ്റ്റ് സ്റ്റോറി. ആൽവിൻ സ്ട്രെയ്റ്റ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ നടന്ന ഒരു കാര്യത്തെ ആസ്പദമാക്കി ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണിത്. ആൽവിൻ എന്നു പേരുള്ള 73 വയസ്സുള്ള ഒരു മനുഷ്യനാണ് ഇതിലെ നായകൻ. അദ്ദേഹം രോഗിയാണ്. അദ്ദേഹത്തിന് നടക്കണമെന്നുണ്ടെങ്കിൽ 2 കൈയിലും വടി പിടിച്ചിട്ട് വേണം നടക്കാൻ. അദ്ദേഹത്തിൻ്റെ നടുവിന് വലിയ പ്രശ്നമുണ്ട്, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, വളരെയധികം ശാരീരിക പ്രശ്നങ്ങളുള്ള ആളാണ് ആൽവിൻ. അദ്ദേഹത്തിൻ്റെ മകളും ഒത്താണ് ജീവിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹത്തിനൊരു ഫോൺ വരികയാണ്. ഫോണിൽ ലഭിച്ച സന്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ സഹോദരന് ഒരു സ്ട്രോക്ക് ഉണ്ടായെന്നും സഹോദരൻ അതീവ ഗുരുതരാവസ്ഥയിലാണ് കഴിയുന്നതെന്നും ആയിരുന്നു ഫോണിലെ സന്ദേശം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജീവിക്കുന്നത് 240 മൈൽ ദൂരം അകലെയുള്ള ഒരു സ്ഥലത്താണ്. ഇവർ രണ്ടുപേരും തമ്മിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സംസാരിച്ചിട്ടുമില്ല, പിണക്കത്തിലാണ്. അങ്ങനെയുള്ള സഹോദരനാണ് ഇപ്പോൾ സ്ട്രോക്ക് വന്നിരിക്കുന്നത്. സഹോദരന് അസുഖമായി എന്നറിഞ്ഞപ്പോൾ ആൽവിൻ സ്ട്രെയ്റ്റ് തീരുമാനിച്ചു സഹോദരനെ കാണാൻ പോകണം. അപ്പം മകൾ നിരുത്സാഹപ്പെടുത്തി, അപ്പന് അസുഖമല്ലേ, കാഴ്ചയില്ലല്ലോ, വണ്ടി ഓടിക്കാൻ ലൈസൻസ് ഇല്ലല്ലോ, കാലിന് വേദനയല്ലേ, അങ്ങനെ നിരവധി കാരണങ്ങൾ നിരത്തി പറഞ്ഞിട്ടും അപ്പൻ പോകാൻ തീരുമാനിക്കുകയാണ്. ആൽവിൻ സ്ട്രെയ്റ്റിൻ്റെ കൂട്ടുകാരെല്ലാം അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്താൻ തീരുമാനിച്ചു. എല്ലാവരും നിരുത്സാഹപ്പെടുത്തി. പക്ഷേ അദ്ദേഹം പോകണമെന്ന് തന്നെ മനസ്സിലുറപ്പിച്ചു. പോകാൻ അദ്ദേഹത്തിന് വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് അദ്ദേഹത്തിനില്ല, ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്യാനുള്ള സാഹചര്യമില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ലോൺ മൂവർ, ഈ പുൽത്തകിടി വെട്ടി വൃത്തിയാക്കുന്ന ഒരു വണ്ടി, ചെറിയ ട്രാക്ടർ പോലെ, വളരെ ചെറിയ ഒരു ട്രാക്ടർ പോലെ ഒരു സാധനം, ലോൺ മൂവർ, അതിൽ കയറി ഈ 240 കിലോമീറ്റർ സഞ്ചരിക്കാം എന്നിയാൾ തീരുമാനിച്ചു. അതറിയുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ മകളും അയൽക്കാരും ഒക്കെ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അദ്ദേഹം തൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. യാത്ര ആരംഭിക്കുമ്പോൾ വളരെ മനോഹരമായൊരു ദൃശ്യം ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ഈ ചെറിയ ലോൺ മോവറിൻ്റെ അടുത്തേക്ക് നാട്ടുകാരെല്ലാവരും കൂടെ പോകരുത് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് അത്ഭുതത്തോടെ കടന്നു വരുന്നു. അതേസമയം തന്നെ ഒരു 10-15 നായ്ക്കളും കുരച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നു. അതിനെയൊന്നും വകവയ്ക്കാതെ ഇദ്ദേഹം യാത്ര ആരംഭിക്കുകയാണ്. യാത്ര ആരംഭിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടി കേടാവുകയും അദ്ദേഹത്തിന് തിരിച്ച് വീട്ടിൽ തന്നെ വരേണ്ടി വരികയും ചെയ്യുന്നു. പക്ഷേ എന്നിട്ടും അദ്ദേഹം തൻ്റെ ധൈര്യം സംഭരിച്ച് അദ്ദേഹം പോയി മറ്റൊരു ലോൺ മോവർ, ഒരു പഴയ വണ്ടി വീണ്ടും വാങ്ങിച്ച് അതിൽ യാത്ര ആരംഭിക്കുകയാണ്. 240 മൈൽ ദൂരമെന്ന് പറയുന്നത് വലിയ ദൂരമാണ്. ഒരു ദിവസം കൊണ്ടോ, ഒരാഴ്ച കൊണ്ടോ, 2 ആഴ്ച കൊണ്ടോ, 3 ആഴ്ച കൊണ്ടോ ഒന്നും ചെന്നെത്താവുന്ന ഒരു ദൂരമല്ല ഇദ്ദേഹത്തിന് സഞ്ചരിക്കാനുള്ളത്. അദ്ദേഹം വളരെ ധൈര്യത്തോടുകൂടി സഞ്ചരിക്കുകയാണ്. കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ തന്നെ അദ്ദേഹം സംഭരിച്ചു വെച്ചു. അങ്ങനെ യാത്ര ആരംഭിക്കുന്നു. യാത്രയിൽ പോകുമ്പം വലിയ വണ്ടികളൊക്കെ അദ്ദേഹത്തെ കടന്നു പോകുന്നുണ്ട്. ആ വണ്ടിയുടെ കാറ്റൊക്കെ അടിച്ച് ഇദ്ദേഹത്തിൻ്റെ തലയിലെ തൊപ്പിയൊക്കെ പറന്നു പോകുന്ന സീനുകളൊക്കെ ഉണ്ട്. രാത്രിയാകുമ്പം അദ്ദേഹം വണ്ടി സൈഡിൽ ഒതുക്കി അവിടെ നിലത്ത് കിടക്കും, അല്ലേ അവിടെ എവിടെയെങ്കിലുമൊക്കെ കിടക്കും. വിറകുകളൊക്കെ ഒരുമിച്ച് കൂട്ടി തീ കത്തിച്ച് തണുപ്പിനെ അതിജീവിക്കും. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. ഈ ലോൺ മൂവർ, ഈ പുല്ല് വെട്ടുന്ന വണ്ടി ഓടിക്കുന്നതിന് ലൈസൻസ് ആവശ്യമില്ലാത്തതിനാൽ പോലീസിൻ്റെ ചെക്കിംഗ് ഒന്നും അദ്ദേഹത്തിനില്ല. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം രാത്രിയിൽ വിശ്രമിക്കാൻ വേണ്ടി കിടന്നപ്പോൾ ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുകയാണ്. 10-17 വയസ്സുള്ള ഒരു പെൺകുട്ടി. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏതാണ്ട് 10-15 ദിവസമായി. ഈ ആൽവിൻ സ്ട്രെയ്റ്റ് ഇവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു. അവൾ പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് ആരോടും പറഞ്ഞിട്ടല്ല പോകുന്നത്, അവരെല്ലാം ഇപ്പോൾ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും,
എന്നെ കാണാത്തതിൽ അവർക്ക് വളരെയധികം വിഷമമുണ്ട്. കണ്ടു കഴിയുമ്പോൾ അവരെന്നെ ഉപദ്രവിക്കുമെന്ന് ഞാൻ പേടിക്കുകയും ചെയ്യുന്നു. ആൽവിൻ സ്ട്രെയ്റ്റ് ഇവളോട് തൻ്റെ ജീവിതത്തിലെ ഒരു കാര്യം പറയാണ്. അയാൾ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് ഞാനും അവരും കൂടെ ഒരു ഗെയിം കളിക്കുമായിരുന്നു. ഞാൻ എൻ്റെ മക്കളുടെ എല്ലാവരുടെയും കയ്യിൽ ഓരോ വടി കൊടുക്കും. വടി കൊടുത്തിട്ട് അവരോട് പറയും അത് വളയ്ക്കാൻ പറയും. അവരത് വളയുമ്പോൾ അത് ഒടിയും. പിന്നീട് ആ വടികളെല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരുടെ കൈ കൊടുത്തിട്ട് ഇനി നിങ്ങൾ വളയ്ക്കാൻ പറയും. എല്ലാ വടികളും കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞ് വളയ്ക്കാൻ ശ്രമിക്കുമ്പോൾ കുട്ടികൾക്ക് അത് വളയ്ക്കാനോ ഒടിക്കാനോ സാധിക്കുകയില്ല. ഈ സംഭവം പറഞ്ഞിട്ട് ആൽവിൻ സ്ട്രെയ്റ്റ് ആ പെൺകുട്ടിയോട് പറയുകയാണ്, മോളെ, ഇതുപോലെയാണ് വീട്, ഭവനം, കുടുംബം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരുമിച്ച് നിൽക്കുക, മാതാപിതാക്കളുടെ ഒപ്പം നിൽക്കുക. അങ്ങനെയുള്ള ഉപദേശമൊക്കെ കൊടുത്ത് അദ്ദേഹം ഉറങ്ങാൻ പോകുന്നു. അവൾ അവിടെ കിടക്കുന്നു. രാവിലെ എഴുന്നേറ്റ് ആൽവിൻ സ്ട്രെയ്റ്റ് നോക്കുമ്പോഴത്തേക്ക് ഇവളില്ല, ഇവൾ പോയിരിക്കുകയാണ്. സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഇവൾ കുറേ കമ്പുകൾ ഒരുമിച്ച് കൂട്ടി കെട്ടിവെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ആൽവിന് മനസ്സിലായി, ഇവൾക്ക് കുടുംബ ജീവിതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായെന്നും ഇവൾ തിരികെ പോയിരിക്കുന്നത് സ്വന്തം ഭവനത്തിലേക്കാണെന്നും ആൽവിൻ സ്ട്രെയ്റ്റിന് മനസ്സിലാകുകയാണ്. അയാൾ യാത്ര തുടരുകയാണ്. യാത്ര തുടരുമ്പോൾ പിന്നീട് അയാൾ കാണുന്നത് കുറേ സൈക്ലിസ്റ്റുകളെയാണ്. സൈക്ലിസ്റ്റുകൾക്ക് ഇദ്ദേഹത്തെ ഇഷ്ടമായി. അവർ രാത്രി ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്ത് ഇദ്ദേഹത്തെയും കൂടെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അദ്ദേഹം അവരോട് പറയുകയാണ്, നിങ്ങൾ യൗവനത്തിലായിരിക്കുമ്പോൾ നിങ്ങളൊരിക്കലും വാർദ്ധക്യത്തെക്കുറിച്ച് ഓർമ്മിക്കുകയില്ല എന്ന്. അപ്പോൾ അവരിലൊരാൾ ആൽവിൻ സ്ട്രെയ്റ്റിനോട് ചോദിക്കുകയാണ്, സാറേ, അങ്ങ് വാർദ്ധക്യത്തിലെത്തിയല്ലോ, വാർദ്ധക്യത്തിൻ്റെ ഒരു മേന്മ എന്താണ്, വാർദ്ധക്യത്തിൻ്റെ ഒരു നന്മ എന്താണെന്ന് ഞങ്ങളോട് പറയാമോ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നെല്ലും പതിരും തിരിച്ചറിയാനുള്ള കഴിവ് നമ്മൾക്ക് കൂടുതലായി ലഭിക്കുന്നത് വാർദ്ധക്യത്തിലാണ്. അപ്പോൾ ആ പിള്ളേർ വീണ്ടും ചോദിക്കുകയാണ്, വാർദ്ധക്യത്തിലെ ഏറ്റവും സങ്കടകരമായ കാര്യം, മോശമായ കാര്യം ഏതാണ്? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങളൊരു യുവാവായിരുന്നു എന്ന് വാർദ്ധക്യത്തിലായിരിക്കുമ്പോൾ ചിന്തിക്കുന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഒരു കാലത്ത് നിങ്ങൾക്ക് ഒരു യൗവനം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ വാർദ്ധക്യത്തിലായിരിക്കുമ്പോൾ ഓർമ്മിക്കുന്നതാണ് സങ്കടകരമായ കാര്യം എന്നൊക്കെ പറയുന്നു. അവരെയും പിന്നിട്ട് ആൽവിൻ സ്ട്രെയ്റ്റ് മുന്നോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് അവർ ഒരു സ്ത്രീയെ കണ്ടെത്തുന്നു. ആ സ്ത്രീ അവരോടിച്ച വണ്ടി ഒരു മാനിനെ ഇടിച്ച് കൊന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. അവരുമായിട്ട് സംസാരിക്കുന്നു, മുന്നോട്ട് പോകുന്നു. അതിനുശേഷം ഈ വണ്ടി ഒരു അപകടത്തിൽപ്പെടുന്നു. വലിയൊരു ഇറക്കത്തിൽ ഇതിന് ബ്രേക്ക് കിട്ടാതെ വരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഇത് നിൽക്കുന്നു. അവിടെയുള്ള നല്ലവരായ ആളുകൾ ഈ ആൽവിൻ സ്ട്രെയ്റ്റിൻ്റെ അടുത്ത് വരുന്നു. അദ്ദേഹത്തോട് സംസാരിക്കുന്നു, അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കുന്നു. വണ്ടി മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അവർ തന്നെ ഒരു മെക്കാനിക്കിനെ ഏർപ്പാടാക്കുന്നു. ആ കുറേ ദിവസങ്ങളിൽ ഈ ആൽവിൻ സ്ട്രെയ്റ്റ് ആ കുറേ മനുഷ്യരുടെ സംരക്ഷണയിൽ അവരുടെ ആതിഥ്യം സ്വീകരിച്ച് അവിടെ താമസിക്കുകയാണ്. അപ്പോൾ അവരിലെ ഒരു മനുഷ്യൻ, നല്ല മനുഷ്യൻ, അയാൾ പറയുകയാണ്, നിങ്ങൾ ഇത്രയും ദൂരം ഈ ചെറിയ വണ്ടിയിൽ വന്നു, ഇനി നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങളുടെ സഹോദരൻ്റെ അടുത്ത് ചെല്ലണമെന്നുണ്ടെങ്കിൽ ഇനിയും ആഴ്ചകളോളം നിങ്ങൾ സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. ഈ വണ്ടി ഇനി എപ്പം വേണമെങ്കിലും കേടാവുന്നതാണ്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ കാറിൽ താങ്കളെ അവിടെ കൊണ്ടുവന്നാകാം. അപ്പോൾ ആൽവിൻ സ്ട്രെയ്റ്റ് സ്നേഹത്തോടെ അവരുടെ ഓഫർ നിരസിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ യാത്ര എനിക്ക് തനിയെ ചെയ്യേണ്ടതാണ്, ഞാൻ തനിയെ യാത്ര ചെയ്ത് അവിടെ ചെല്ലേണ്ടതാണ്. സ്നേഹപൂർവ്വം അദ്ദേഹം അത് നിരസിക്കുകയാണ്. അവിടെ തന്നെ പ്രായമുള്ള വേറൊരു മനുഷ്യനുണ്ട്. അപ്പോൾ അദ്ദേഹം, ഈ ആൽവിൻ സ്ട്രെയ്റ്റ് എന്ന് പറയുന്നയാൾ പണ്ട് 2ാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ 2ാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള മറ്റൊരാളെ അവിടെ വെച്ച് കാണുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കുറച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ പോവുകയാണ്. അവിടെ ഇരുന്ന് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ രണ്ടുപേരും ലോകമഹായുദ്ധകാലത്ത് സംഭവിച്ച സങ്കടകരമായ അനുഭവങ്ങളെക്കുറിച്ച്, അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന വിഷമങ്ങൾ, പണ്ടുണ്ടായ വിഷമതകൾ അവർ പങ്കുവയ്ക്കുകയാണ്. ആൽവിൻ സ്ട്രെയ്റ്റ് ജീവിതത്തിൽ അന്നുവരെ ആരോടും പറയാത്ത ഒരു സങ്കടം, ഒരു വിഷമം, ഉള്ളിലെ കുറ്റബോധം മറ്റേ മനുഷ്യനോട് പറയുകയാണ്. യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, 2ാം ലോകമഹായുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആൽവിൻ സ്ട്രെയ്റ്റ്
തൻ്റെ തന്നെ പടയാളികളിൽപ്പെട്ട അമേരിക്കൻ പടയാളികളിൽപ്പെട്ട ഒരാളെ അറിയാതെ വെടിവെച്ച് കൊല്ലുകയാണ്. ആൽവിൻ സ്ട്രെയ്റ്റാണ് ആ പടയാളിയെ കൊന്നത് എന്നുള്ള കാര്യം ആർക്കും അറിയില്ല. എല്ലാവരും വിചാരിക്കുന്നത് ജർമ്മൻകാർ വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് അന്നും ഇന്നും എന്നും എല്ലാവരും ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ ഇയാളെ കൊന്നത് താനാണെന്ന് ആൽവിനറിയാം. ആ ഒരു കുറ്റബോധത്തിൽ ആ യുദ്ധം കഴിഞ്ഞ അന്നു മുതൽ, അല്ലെങ്കിൽ ആ കൊലപാതകം നടന്ന അന്നു മുതൽ ഇന്നു വരെ ആൽവിൻ സ്ട്രെയ്റ്റ് നീറുകയാണ്. ഇയാളോട് പറഞ്ഞു കഴിയുമ്പം ഈ മനുഷ്യൻ്റെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞപ്പം അയാളുടെ മനസ്സിൽ കുറച്ച് ആശ്വാസവും ലഭിക്കുകയാണ്. വീണ്ടും ആ സ്ഥലത്തെ ആളുകളോട്, ട്രാക്ടറൊക്കെ നന്നാക്കി തന്ന ആളുകളോട് നന്ദി പറഞ്ഞ് അവരുടെ ആതിഥ്യമൊക്കെ സ്വീകരിച്ച് ഇദ്ദേഹം യാത്ര തുടരുകയാണ്. മുന്നോട്ട് പോയി മറ്റൊരു രാത്രിയിൽ ഇദ്ദേഹം തങ്ങുന്നത് ഒരു കത്തോലിക്ക പള്ളിയുടെ പരിസര പ്രദേശങ്ങളിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യൻ വഴി സൈഡിൽ കിടക്കുന്നു, രാത്രിയിൽ അവിടെ അന്തി ഉറങ്ങുന്നു എന്നറിഞ്ഞ് അവിടുത്തെ പള്ളിയിലെ അച്ഛൻ അടുത്ത് വരുന്നു. ഇദ്ദേഹത്തിന് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുക്കുന്നു. ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ആൽവിന് മനസ്സിലാകുന്നു ഈ അച്ഛൻ എന്ന് പറയുന്നത് തൻ്റെ സഹോദരനെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. തൻ്റെ സഹോദരൻ സ്ട്രോക്ക് വന്ന് ആശുപത്രിയിൽ കിടന്നപ്പം ഈ അച്ഛൻ അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാകുകയാണ്. അവിടെ വെച്ചാണ് ആൽവിൻ ആദ്യമായിട്ട് എന്തുകൊണ്ടാണ് തൻ്റെ സഹോദരനുമായിട്ട് താൻ പിണങ്ങിയത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അച്ഛനോടാണ് അദ്ദേഹം ആദ്യമായിട്ട് ഇത് പറയുന്നത്. 10 വർഷമായി ഈ ആൽവിനും അദ്ദേഹത്തിൻ്റെ സഹോദരനും തമ്മിൽ സംസാരിച്ചിട്ട്. അവർ വളരെ സ്നേഹിതരായിരുന്നു. സഹോദരന്മാർ എന്നതിലുപരി വളരെ സ്നേഹിതരായിരുന്നു. ബാല്യത്തിൽ അവർ ഒരുമിച്ച് താമസിച്ചു, ജീവിച്ചു. രാത്രികാലങ്ങളിൽ ആകാശത്തേക്ക് നോക്കി അവിടുത്തെ നക്ഷത്രങ്ങൾ കാണുക എന്നതായിരുന്നു ഇവർ രണ്ടുപേരുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി. ഈ സിനിമയുടെ തുടക്കത്തിലും ഇടഭാഗങ്ങളിലൊക്കെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് സിനിമയിൽ ഒരുപാട് പ്രാവശ്യം, നിരവധി തവണ ഈ നക്ഷത്രങ്ങളെ കാണിക്കുന്നതെന്ന്. ഇവരുടെ ജീവിതത്തിൽ കത്തി നിൽക്കുന്ന വെളിച്ചമാണ് നക്ഷത്രങ്ങൾ. അപ്പം അച്ഛൻ ചോദിക്കുകയാണ്, നിങ്ങൾ വലിയ സ്നേഹിതരായിരുന്നെങ്കിലും പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പിണങ്ങിയത്? അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുന്ന ഇതാണ്: ബൈബിളിലെ പോലെ തന്നെ കായേനും ആബേലും തമ്മിൽ എന്തിനു വഴക്കുണ്ടാക്കിയോ അതേ കാരണം തന്നെയാണ് ഞങ്ങളും പിണങ്ങാനുള്ള കാരണം. അരിശം, അഹങ്കാരം, അതിൻ്റെ കൂടെ അല്പം മദ്യം, ഇതുകൊണ്ടാണ് ഞങ്ങൾ പിണങ്ങിയത് എന്നൊക്കെ പറയുകയാണ്. അവസാനം അച്ഛനോടും യാത്ര പറഞ്ഞ് ആൽവിൻ സ്ട്രെയ്റ്റ് വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അയാൾക്ക് ചെന്നെത്താനുള്ള ലക്ഷ്യമടുത്തു. തൻ്റെ സഹോദരൻ്റെ വീടിൻ്റെ അടുത്തായി എന്ന് അദ്ദേഹത്തിന് അറിയാം. ആ പോകുന്ന വഴിക്ക് വീണ്ടും വണ്ടി ഒന്നുകൂടി ഒന്ന് കേടാവുന്നുണ്ടെങ്കിലും അദ്ദേഹം മുന്നോട്ട് പോകുന്നു. അവസാനം അദ്ദേഹം ഒരു പഴയ വീട്ടിൽ, തൻ്റെ സഹോദരൻ്റെ ഇടിഞ്ഞ് പൊളിഞ്ഞു കിടക്കുന്ന ഒരു വീട്ടിൽ ചെല്ലുകയാണ്. വീടിൻ്റെ വാതിക്കൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ലോൺ മോവറൊക്കെ നിർത്തി നടക്കാൻ പറ്റിയില്ല. നടന്ന് അദ്ദേഹം ആ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുകയാണ്. മുറ്റത്ത് നിന്നിട്ട് അദ്ദേഹം തൻ്റെ സഹോദരനെ പേര് ചൊല്ലി ഉച്ചത്തിൽ വിളിക്കുന്നു. 2-3 സെക്കൻഡ് നേരത്തേക്ക് ഒരനക്കവും ഇല്ല. 2-3 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് അകത്ത് നിന്ന് തിരികെ ആൽവിൻ എന്നുള്ളൊരു പേര് തിരികെ വിളിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വീടിൻ്റെ അകത്തുനിന്ന് നടക്കാൻ പറ്റാത്ത സാഹചര്യമായിട്ട് പോലും കഷ്ടപ്പെട്ട് നടന്നു വരുന്ന ആൽവിൻ്റെ സഹോദരനെയാണ്. അവർ രണ്ടുപേരും ആ വീടിൻ്റെ തിണ്ണയിൽ കിടന്ന പഴകിയ 2 കസേരയിലിരിക്കുന്നു. പഴയ കസേരയിൽ ഇരിക്കുമ്പോഴാണ് ആൽവിൻ്റെ സഹോദരൻ കാണുന്നത് ഈ ഒരു ലോൺ മോവറേൽ, ഒരു ചെറിയ ട്രാക്ടറിലാണ് തൻ്റെ സഹോദരൻ വന്നതെന്ന് കണ്ട് അയാൾ കണ്ണുമിഴുകയാണ്. അയാൾ ആൽവിനോട് ചോദിക്കുകയാണ്, നീ എന്നെ കാണാൻ ഇത്രയും ദൂരം ഇതിലാണോ വന്നത്? ആൽവിൻ പറയുന്നു, അതെ. പിന്നീട് അവരൊന്നും മിണ്ടുന്നില്ല. 2 പേരുടെയും കണ്ണുകൾ നിറയുകയാണ്. 2 പേരും അവരുടെ കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തുകയാണ്. അപ്പോഴേക്കും സന്ധ്യയാവുന്നു, രാത്രിയാവുന്നു. ആകാശത്ത് നിറയെ നക്ഷത്രങ്ങൾ നിറയുന്നു. നിറഞ്ഞ നക്ഷത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ ആൽവിൻ സ്ട്രെയ്റ്റിൻ്റെ യാത്ര, ദ സ്ട്രെയ്റ്റ് സ്റ്റോറി എന്നുള്ള സിനിമ അവസാനിക്കുകയാണ്. വളരെ സുന്ദരമായ ഒരു സിനിമയാണ്. ഇത് കണ്ടു കഴിയുമ്പം നമ്മുടെ ജീവിതത്തിലും കുറേയൊക്കെ മാറ്റം വരാനുള്ള വലിയ സാധ്യതകളുണ്ട്.
10 വർഷമായിട്ട് മിണ്ടാതിരുന്ന സഹോദരന് സ്ട്രോക്കാണെന്നറിഞ്ഞ് യാത്ര ആരംഭിക്കുന്ന ആൽവിൻ ഇത് കാണുന്ന ഏതൊരു മനുഷ്യനും പ്രചോദനം നൽകും എന്നത് തീർച്ചയാണ്. ക്ഷമ, കരുണ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെറുതെ പറയാനുള്ള കാര്യങ്ങളല്ല, മറിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള യാഥാർത്ഥ്യങ്ങളാണ് എന്നുള്ള വലിയ ബോധ്യം ഈ സിനിമ നമ്മുടെ മുമ്പിൽ സമ്മാനിക്കുന്നുണ്ട്. ഈ സിനിമയിൽ ആൽവിൻ സ്ട്രെയ്റ്റ് ആയിട്ട് അഭിനയിക്കുന്ന നടൻ, അദ്ദേഹം 2 പ്രാവശ്യം ഓസ്കാർ നോമിനേഷൻ, മികച്ച നടനുള്ള ഓസ്കാർ നോമിനേഷൻ ലഭിച്ച നടനാണ്. ഈ സിനിമയാണ്, ഈ ദ സ്ട്രെയ്റ്റ് സ്റ്റോറി എന്നുള്ള സിനിമയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ സിനിമ. ഈ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ക്യാൻസറൊക്കെ മൂലം അദ്ദേഹം മരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണിതെന്ന് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ. ആൽവിൻ സ്ട്രെയ്റ്റ് എന്നു പേരുള്ള ഒരു മനുഷ്യൻ 1994 തൻ്റെ സഹോദരനെ കാണാൻ ഒരു ലോൺ മോവറയിൽ സഞ്ചരിച്ച ഒരു സഞ്ചാരത്തിൻ്റെ ആവിഷ്കാരമാണ് ഈ സിനിമ. അദ്ദേഹവും സ്ട്രോക്ക് വന്ന എൻ്റെ സഹോദരനെ പോയി കാണുകയും അവർ തമ്മിലുള്ള സൗഹൃദം പുതുക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ 1999 ഇറങ്ങിയതാണ് എങ്കിൽ പോലും ഈ സിനിമ നൽകുന്ന സന്ദേശം വളരെ മഹോന്നതവും വളരെ മഹത്തരവുമാണ്. നമ്മുടെ മനസ്സിനെയൊക്കെ കൂടുതൽ ശുദ്ധീകരിക്കും, മനസ്സിനെ കൂടുതൽ നിർമ്മലമാക്കും ഈ സിനിമ.